നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൾഫിൽ ഒരു ഷോപ്പൊക്കെ ഇനാഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനാഗ്രേഷൻ വിശേഷങ്ങൾക്ക് മുമ്പ് നമുക്ക് 3 വർഷമായി വെറുതെ കിടക്കുന്ന 3 യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വ്ളോഗ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് മാച്ചായ ഒരു ഷൂ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ഷൂട്ടിന് വേണ്ടി രാവിലെ പോവുകയാണ്. പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ മിന്നും പൊന്നും പുറത്ത് കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ജസ്റ്റ് ക്ലിപ്പ് എടുത്തു. അതിനുശേഷം പുറത്തുള്ള റോസാപ്പൂവിനെ ഒന്ന് താലോലിച്ചു. പിന്നെ അത് ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് എടുക്കുന്നുണ്ട്. നമ്മുടെ വ്ളോഗ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പൊക്കെ വെറുതെ എടുക്കുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയ ശേഷം ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസും കൂടെ കാണിക്കണമല്ലോ എന്ന് ആലോചിച്ചു. വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് സെൽഫി സ്റ്റിക്കില്ല കൈ തന്നെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഒരു ക്ലിപ്പ് എടുക്കുന്നുണ്ട്. വ്ളോഗ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ സാധാരണ വ്ളോഗ് എടുക്കുന്നവർ, ഇങ്ങനെ കൈ പൊക്കിയിട്ട് ക്യാമറയും വെച്ച് ഇങ്ങനെ നടക്കുമല്ലോ. അതൊന്നും മതിയായി വാങ്ങിയിട്ട് ഞാൻ വീണ്ടും കീയുടെ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. കാറിനകത്തോട്ട് കയറുവാണ്. അപ്പോൾ നമ്മളിന്ന് ഷൂട്ടിന് പോകണം മൽക്കിയിലാണ്. അപ്പോൾ 1-2 പ്രാവശ്യം ഞാനവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ലൊക്കേഷൻ അത്ര ഒരു പരിചയമില്ല. റോഡൊക്കെ മറന്നുപോയി. അങ്ങനെ ലൊക്കേഷൻ ഇട്ട് ഫോണിൽ. അപ്പോൾ അറിയാത്ത സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ലൊക്കേഷൻ ഫോണിലിട്ടിട്ടാണ് പോകുന്നത്. ട്രാഫിക്കൊക്കെ ഉണ്ടോ എന്ന് അറിയാനും പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ചിക്കൻ ടീയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഷൂട്ടിങ്. ഞാൻ വീഡിയോഗ്രാഫറൊന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാക്കയാണ് എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചത് കേട്ടോ. അപ്പോൾ ആ ഷൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. മോനെ പ്രീ സ്കൂളിൽ നിന്ന് വിളിക്കണം. അങ്ങനെ മോനെ ഞാൻ പ്രീ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് വീട്ടിലോട്ട് കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണം നമ്മുടെ ഫ്രണ്ടിനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നിഷയെ എടുത്തിട്ട് നമ്മൾ ഇനാഗ്രേഷന് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഇനാഗ്രേഷനൊക്കെ ഇതുപോലെ ഒരു ഒപ്പനയും തിരുവാതിരയൊക്കെ ചേർന്നൊരു അറബിയുടെ ഡാൻസ് ഉണ്ടാവും. കുറേ അറബികൾ പല ഏജിലുള്ളവരാണ് അവർ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് മിക്ക ഇനാഗ്രേഷനും കാണുന്നത്. അപ്പോൾ അത് അവിടെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഇരുന്ന് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. നമ്മുടെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ആ ടിന്നിലാണ് നമ്മൾ കൊട്ടുന്നത് കേട്ടോ. അതുപോലെ ഡ്രം പോലത്തത് കൊട്ടുന്നുണ്ട്, പിന്നെ ഊത്ത് പോലത്തെ ഊതുന്നുണ്ട്. അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ടാണ് ഇവരുടെ ഈ ഡാൻസ്. അതും കൊച്ചു കുട്ടികൾ തൊട്ട് നല്ല ഏജായവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടേതായി ഈ 2 ലേഡീസും പിന്നെ ഇയാളും കൂടി ഇങ്ങനെ സ്വീറ്റ്സും ഗാവയൊക്കെ വെച്ച് നിൽപ്പുണ്ട്. എല്ലാ ഇനാഗ്രേഷനും ഇങ്ങനെ കുറച്ച് സ്വീറ്റ്സ് അറബിക് സ്വീറ്റ്സൊക്കെ ആയിട്ട് കാണും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് ഗാവയും കുടിച്ച് സ്വീറ്റ്സൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അയാൾ നമുക്ക് ഈ ഗാവ എടുത്ത് തരുവാണ്. ഒരു അറബിക് ടീ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ, നിങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് മുകളിലോട്ട് പോയി അവിടെ നിന്ന് ക്ലിപ്പ് എടുത്ത് നോക്കി. അപ്പോൾ അവിടെ നിന്ന് ക്ലിപ്പ് എടുത്തപ്പോൾ വലിയ രസമില്ല. അങ്ങനെ ഇരുന്നതാ ഇനാഗ്രേഷന് സമയമായിട്ടുണ്ട്. എല്ലാവരും ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം അവിടെ ഉണ്ടായിരുന്ന ആണുങ്ങളായിരുന്നു കേട്ടോ. നമ്മൾ ഇനാഗ്രേഷൻ കവറേജിനായിട്ട് വന്നതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് കാണാനൊന്നും പറ്റുന്നില്ല. എല്ലാവരും നിറഞ്ഞു. എനിക്ക് ക്ലിപ്പ് എടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് അവിടെ സ്ഥലം തന്നുകൊണ്ട് തന്നെ ഞാൻ വന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി കേക്കും പിന്നെ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റൈലിൽ ഞാനും അവളും കൂടി ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാഫിൻ്റെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. ക്ലിപ്പ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പുറത്ത് നല്ല വൈബുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാനും നിഷയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അടുത്ത ഷൂട്ടിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ അടുത്ത ഷൂട്ടിങ് ഈ സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ നമ്മളിതാ നിഷേനെയൊക്കെ ആക്കി വീട്ടിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം.